പൊതുവേദിയിൽ സ്ഥിരമായി വിളിക്കുന്ന നമ്മുടെ ഇൻപുട്ട് എഡിറ്റർ കിരൺ ചേട്ടന്റെ ഒരു ആരാധികയാണ്. എന്താ പേര്? കൃഷ്ണ. എവിടെയാണ്? കാവാലത്ത്. പൊതുവേദിയിലോട്ട് സ്ഥിരം വിളിക്കാറുണ്ട്? ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. കിരൺ ചേട്ടനും മെഞ്ചേട്ടനാണ് അത്. രണ്ടുപേരും എനിക്കറിയാം. ഈ അവതരണം കൂടുതൽ ഇഷ്ടം? രണ്ടുപേരും ഒരുപോലെയാണ്. ഒരുപോലെയാണ്. ഇവരെ കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ട്. എപ്പോഴും സ്ഥിരമായി വിളിക്കാറുണ്ടോ? ഞാൻ മിക്കവാറും വിളിക്കാറുണ്ട്. പൊതുവേദി ഭയങ്കര ഇഷ്ടമുള്ളതാണ്. നമ്മുടെ ചാനലിൽ നല്ല റേറ്റിംഗ് ഉള്ള ഒരു പരിപാടിയാണ് പൊതുവേദി. നല്ല റേറ്റിംഗ്. നിങ്ങളൊക്കെ വിളിക്കുന്നോണ്ടാ നല്ല റേറ്റിംഗ്. അതെ. ഇതിൽ ആരാ കൂടുതൽ അഗ്രസീവായിട്ടൊക്കെ സംസാരിക്കുന്നത് ശ്രദ്ധിക്കാറുണ്ടോ? നല്ല ഈ കാര്യം കൂടുതൽ ആധികാരികമായി സംസാരിക്കുന്ന കിരൺ ചേട്ടനാണോ മനുചേട്ടനാണോ? രണ്ടുപേരും ഒരുപോലൊക്കെ തന്നെ എനിക്ക് രണ്ടുപേരും തോന്നിയിരിക്കുന്നത്. ഏതൊക്കെ വിഷയത്തിലാണ് വിളിച്ചിട്ടുള്ളത്? സാധാരണ കഴിഞ്ഞ പ്രാവശ്യം ട്രംപിനെ കുറിച്ചായിരുന്നു ഞാൻ അവസാനം സംസാരിച്ചത്. സംസാരിക്കാൻ കൂടുതൽ സമയം തരുന്നവരാണ് കിരൺ ചേട്ടനാണോ മനുചേട്ടനാണോ? രണ്ടുപേരും സമയം തരാം. ഇടയ്ക്ക് ബ്രേക്ക് ചെയ്ത് ഇടയ്ക്ക് വിട്ടു ബ്രേക്ക് ആണ്. കാരണം ഒത്തിരി പേര് വിളിക്കുന്നില്ല. അവർക്ക് രണ്ടുപേരുടെ അവതരണം ഒരുപോലെ ഇഷ്ടമാണ് എനിക്ക്. പിന്നെ ഈ പരിപാടിയിൽ നമ്മുടെ ചാനലിലാണോ അതല്ല ഈ സമാനമായിട്ടുള്ള ചാനലിലേക്കൊക്കെ വിളിക്കാറുണ്ടോ? വേറെ ചാനലിലൊക്കെ വിളിക്കാറുണ്ടോ? ഇല്ല, ഞാൻ പൊതുവേദിയിലാണ് വിളിക്കാറുള്ളത്. പിന്നെ ഞാൻ കൂടുതലും റിപ്പോർട്ടർ ചാനലാണ് കാണുന്നത്. റിപ്പോർട്ടർ ചാനൽ കണ്ടിട്ടാണ് ഞാൻ പൊതുവേദിയിലോട്ട് വിളിക്കുന്നത്. എപ്പോഴും വിളിക്കുമ്പോൾ കിട്ടുമോ അതോ കിട്ടാതിരിക്കുന്ന സമയമൊക്കെ ഉണ്ടോ? വിളിക്കുമ്പോ മിക്കവാറും എനിക്ക് കിട്ടാറുണ്ട്. ഇതുവരെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ മറ്റുള്ള ആളുകളൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവര് ഭയങ്കരമായിട്ട് മനുചേട്ടനൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്ന പോലെ തോന്നും. അങ്ങനെ ദേഷ്യപ്പെടുന്ന അല്ല അവരുടെ അങ്ങനെ ദേഷ്യപ്പെടാർ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അത്ര ദേഷ്യപ്പെടില്ല. എന്നോട് ഇതെല്ലാം ദേഷ്യപ്പെടില്ല. ഞാൻ കാര്യം പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് പോകാറേ ഉള്ളൂ. ഞാൻ രണ്ടുപേരുടെ നമ്പറൊക്കെ തരാം, പേഴ്സണൽ നമ്പർ വിളിച്ച് സംസാരിക്കാനേ. എപ്പോഴെങ്കിലും അങ്ങനെ കാണണമെന്നും അങ്ങനെ ഉണ്ടോ? നമ്മളെ ഒരുപാട് പേര് വിളിച്ചിട്ടേ ഇവര് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴൊക്കെ പറയാറുണ്ട്, പൊതുവേദി കാണാറുണ്ട്, രണ്ടുപേരും നന്നായിട്ട് അവതരിപ്പിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ അവരെ കാണാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു കിരൺ ചേട്ടൻ ഇപ്പൊ അവിടെ കാണുന്നുണ്ടാവും, ഡെസ്കിലുണ്ടാവും, ഇപ്പോഴേ നമ്മുടെ ചാനലിന്റെ ഓഫീസിലുണ്ടാവും, ഞാൻ കാണുന്നുണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന് ഒരു എന്തെങ്കിലും ആശംസ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? നന്നായിട്ട് പോട്ടെ എന്നാണല്ലേ? വളരെ നന്നായിട്ട് പോട്ടെ. മകളുമായിട്ടാണോ? മകളാണ്. രണ്ടുപേര്. മൂത്തത് 6ാം ക്ലാസ്സിൽ, ഇത് 1ാം ക്ലാസ്സിൽ. ഹസ്ബൻഡ് ചിറ്റകാരനാണ്, കൃഷിയുണ്ട് ഒക്കെ പോകുന്നു. കാവാലത്ത്. അപ്പൊ നിങ്ങളെ പോലുള്ള ആളുകളെ കാണുന്നതാണ് നമ്മുടെ സന്തോഷം. നമ്മുടെ പരിപാടി കാണുന്നു. നമ്മുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള 2 പേരാണ് കിരൺ ചേട്ടനും മനുചേട്ടനും. രണ്ടുപേരും അവിടുത്തെ സീനിയർ ആൾക്കാരാണ്. അപ്പൊ അവരെ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയെ കുറിച്ച് നല്ല വാക്ക് പറഞ്ഞതിൽ സന്തോഷം. അപ്പൊ വള്ളംകളി കാണുക.